ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ലോറ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ ഡെക്കർ ആണ്. അതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ടോട്ടൽ 8 ഈർക്കിലി എടുത്തിട്ടുണ്ട്. 4 എണ്ണം കുഞ്ഞതും 4 എണ്ണം വലുതുമാണ്. ഇതുപോലെ ഒരു വലിയ ഈർക്കിലിയിൽ ഞാൻ ബ്ലാക്ക് കളർ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ വാഷി ടേപ്പ് ആയാലും യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെയിന്റ് ആയാലും അടിച്ചാൽ മതി. എനിക്ക് ബ്ലാക്ക് കളറ് ഇച്ചിരി നല്ലപോലെ സ്യൂട്ട് ആവുമെന്ന് തോന്നി. നമുക്കിനി വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കാം. ഇത് ഫുള്ളും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ച 4 ചെറിയ ഈർക്കിലി ഞാൻ സ്ക്വയർ ഷേപ്പിൽ എല്ലാ സൈഡ്സിലും ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സ്ക്വയർ ഷേപ്പിൽ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡ്സും ചെയ്തെടുക്കാം. ഞാൻ എല്ലാ സൈഡ്സും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ വലിയ ഈർക്കിലി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കാൻ വേണ്ടി ഇൻസുലേഷൻ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സൈഡ്സിലും നമ്മൾ ഈ വലിയ ഈർക്കിലി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡിലും ചെയ്തെടുക്കാം. ഞാൻ ഫുള്ളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു വെക്കാം. ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഷേപ്പ് മുറിച്ചെടുക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിക്കാൻ വേണ്ടി വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് ഫുൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മണ്ടയിലേക്ക് ഞാൻ വൈറ്റ് കളറ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കും ഇതുപോലെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു പേപ്പർ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഡൗൺ സൈഡിലായിട്ട് ഞാൻ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ജൂട്ട് ത്രെഡ് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വൈറ്റ് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഗ്ലൂവും ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഇതുപോലെ ഒരു പേപ്പറും കൂടെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടും. പിന്നെ ഈ
വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ച് സൈഡിലോട്ട് നിങ്ങൾക്ക് എന്നതാണേലും എഴുതി വെക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും എഴുതുന്നില്ല. ഇതിലേക്ക് ഞാൻ ഈ ലീഫ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ലീഫ് ഞാൻ ബുക്കിനകത്ത് വെച്ച് ഉണക്കിയെടുത്ത ലീഫാണ്. ഇത് 3 days മാത്രമേ ഞാൻ ബുക്കിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഇച്ചിരി നീട്ടമുള്ള ഈ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്തയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതാണ് ഈ ടേബിൾ ഡെക്കറിന്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.